നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രാക്ലേശവും അധികാരപരിധിയും സമ്മർദ്ദവും വർദ്ധിക്കുവാനിടയുണ്ട്. പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുവാനുള്ള സാധ്യതകൾ സ്വല്പം കുറവായിരിക്കാനാണ് യോഗമുള്ളത്. മറ്റു ചിലർക്കാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധന വേണ്ടിവരും. എന്നാൽ ചില പ്രകൃതിദത്തമായിട്ടുള്ള ചില ഔഷധ രീതികളെ കൊണ്ടും പ്രാണായാമം, വ്യായാമം, യോഗ അഥവാ വ്യായാമ മുറകളെ കൊണ്ട് രോഗാവസ്ഥകൾക്കെല്ലാം ശമനം വന്നു ചേരും എന്നറിഞ്ഞതുകൊണ്ടും ആശ്വാസമുണ്ടായിത്തീരും. എന്നിരുന്നാലും ഒരു 6-7 മാസത്തേക്ക് സ്വല്പം ചികിത്സ വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തത് വഴി മറ്റൊരു ഉദ്യോഗത്തിനെപ്പറ്റി ശ്രമിക്കുമെങ്കിലും സുഹൃത്തുക്കൾ മുഖാന്തരമോ മറ്റ് ബന്ധുമിത്രാദികൾ മുഖാന്തരമോ ഒക്കെ ശ്രമിക്കുമെങ്കിലും ഒന്നും വേണ്ട വിധത്തിലൊരു അനുകൂലമായിട്ടുള്ള സ്വരങ്ങൾ കേൾക്കാത്തത് വഴി രാജിക്കത്ത് നൽകുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകൾ, യാത്രകൾ മുഴുവൻ തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. പിതാവിന് ഈ മാസത്തിൻ്റെ ആദ്യത്തിൽ അസുഖങ്ങളെല്ലാം വർദ്ധിക്കുന്നത് വഴി ഒരുപക്ഷെ 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറെക്കുറെ അനുകൂലമായ വിജയം കൈവരിക്കും. മിക്ക ദിവസങ്ങളിലും ഉദ്യോഗത്തിൻ്റെ ചുമതലകളെല്ലാം ചെയ്തു തീർത്ത് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഒരുപക്ഷെ അവധി ദിനങ്ങളിൽ കൂടി ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഈ മാസത്തിൻ്റെ ഒടുവിൽ അവധി ലഭിക്കും എന്ന ഒരു ഉത്തമ വിശ്വാസത്തോടുകൂടി മേലധികാരികളിൽ നിന്നും അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് വഴി മാസത്തിൻ്റെ ഒടുവിൽ വിനോദ പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് തീരുമാനം കൈക്കൊള്ളുവാനിട വരുമെങ്കിലും പലപ്പോഴും സ്വന്തം വാഹനം ഉപയോഗിക്കുമോ എന്ന ആലോചന ഒഴിവാക്കി മറ്റൊരാളുടെ വാഹനം വാടകയ്ക്ക് എടുത്തു പോവുകയായിരിക്കും ഏറ്റവും നന്നാവുക. വ്യക്തി താൽപ്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പൊതുവെ ഈ ഒരു മാസത്തിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നുമുണ്ടാകുന്ന ലാഭശതമാനത്തിൻ്റെ ചെറിയൊരു വിഭാഗം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിട വരും. മറ്റു ചിലർക്ക് വിനോദയാത്ര എന്നത് വിദേശ പര്യടനത്തിനോടനുബന്ധമായി അനുവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു മാസത്തിൻ്റെ ഒടുവിൽ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ കാർഷിക മേഖലകളിൽ സ്വല്പം നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനിടയുള്ളതിനാൽ ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം തന്നെ നിർബന്ധമായിട്ടും അവലംബിക്കുന്നത് ഗുണകരമായി തീരും. ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവലംബിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തിപരമായിട്ടോ പ്രസ്ഥാനത്തിനോ യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് നൽകുന്നത് വഴി അവർക്ക് ഗുണത്തെയും മാതൃകാപരമായിട്ടുള്ള ചിന്തകൾക്കും വഴിയൊരുക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. പൊതുവെ മനസ്സോടെ ഏറ്റെടുക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം തന്നെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഏറെക്കുറെ വിജയം കൈവരിക്കും. കുടുംബത്തിലെ ചില അന്തരീക്ഷങ്ങളെ കൊണ്ട് ഒരു പക്ഷേ ബന്ധുഗൃഹത്തിലേക്ക് അഥവാ ഉത്സവാഘോഷങ്ങൾക്കോ, ആരാധനാലയത്തിൽ ഉത്സവാഘോഷങ്ങൾക്കോ വിരുന്ന് സൽക്കാരത്തിലോ പങ്കെടുക്കുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഈ ഒരു മാസത്തിൽ, ഡിസംബർ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും മാനസികമായിട്ടുള്ള സമ്മർദ്ദമുണ്ടാകുമെങ്കിലും ആധ്യാത്മിക ചിന്തകളും ഈശ്വര പ്രാർത്ഥനകളും ഒരു പരിധിവരെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ അനിഷ്ടങ്ങളെയും അബദ്ധങ്ങളെയും മനോവിഷമത്തെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. നമസ്കാരം.